ഇനി നമുക്ക് കാസർഗോഡേക്ക് പോകാം. അവിടെ ഷഫീഖ് നസ്രുള്ള വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഷഫീഖ, ഇന്നലെ കൊട്ടിക്കലാശവും പിന്നിട്ടിരിക്കുന്നു. ഇനിയിപ്പോൾ ഇന്നത്തെ നിശബ്ദ പ്രചാരണമാണ് സ്ഥാനാർത്ഥികൾക്ക് മുന്നിലുള്ളത്. എങ്ങനെയാണ് കാസർഗോഡേക്ക് വന്നാൽ എന്തൊക്കെയാണ് മുന്നണികളുടെ പ്രതീക്ഷകൾ, എന്തൊക്കെയാണ് മുന്നണികൾക്ക് പ്രതിസന്ധിയാകുന്നത്? കാസർഗോഡ് ജില്ലയിൽ ഏറ്റവും വാശിയേറെ മത്സരം നടക്കുന്നത് ജില്ലാ പഞ്ചായത്തിലാണ്. കാസർഗോഡ് ജില്ലയിൽ 3 നഗരസഭകളുണ്ട്. ഈ 3 നഗരസഭകളിൽ ഒന്ന് UDF-നും 2 എണ്ണം ആണ് LDF-നൊപ്പവും ഉള്ളത്. ഇതിൽ വലിയ മാറ്റത്തിന് മുന്നണികൾ ആരും തന്നെ മാറ്റമുണ്ടാവും എന്ന് കരുതുന്നില്ല. അതോടൊപ്പം 6 ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ ആണുള്ളത്. ഈ 6-ൽ 4 എണ്ണവും LDF-നൊപ്പമാണ്, 2 എണ്ണമാണ് UDF-നൊപ്പം. ഇവിടെയും വലിയ മാറ്റത്തിന് സാധ്യതയില്ല. കാസർഗോഡ് ജില്ലയിൽ 38 ഗ്രാമപഞ്ചായത്തുകളിൽ 19 ഇടത്ത് LDF ആണുള്ളത്. ഇതിൽ 13 LDF-ന് വലിയ മേധാവിത്വമുള്ള ഗ്രാമപഞ്ചായത്തുകളാണ്. 13 സ്ഥലങ്ങളിൽ ആണ് UDF-നും വിജയം സുനിശ്ചിതമായ പഞ്ചായത്തുകളുണ്ട്. ഒരു പഞ്ചായത്ത് രൂപീകരിച്ചത് മുതൽ ഇതുവരെ BJP മാത്രം ഭരിച്ചിരുന്ന പഞ്ചായത്താണ് മധൂർ പഞ്ചായത്ത്. അങ്ങനെ ശേഷിക്കുന്ന 17 പഞ്ചായത്തിലാണ് വാശിയേറിയ മത്സരം. എവിടെയാണ് ഏത് മുന്നണിക്കാണ് കൂടുതൽ കൂടുതൽ സീറ്റുകൾ ലഭിക്കുക എന്നത് ബാക്കി ശേഷിക്കുന്ന 11 പഞ്ചായത്തുകളെ ആശ്രയിച്ചാണ് ഉണ്ടാവുക. മറ്റു പഞ്ചായത്തുകളിലൊക്കെയും ഒരു LDF-ൻ്റെയും UDF-ൻ്റെയും അതോടൊപ്പം തന്നെ BJP മധൂർ പഞ്ചായത്തിൽ BJP-ക്കും മുൻതൂക്കം കാണുന്നുണ്ട്. കാസർഗോഡ് ജില്ലാ പഞ്ചായത്താണ് കഴിഞ്ഞ തവണ കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് അട്ടിമറി വിജയത്തോടെ LDF തിരിച്ചു പിടിച്ചത്. കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിൽ തുല്യമായ ഡിവിഷനുകളുടെ പിന്തുണയാണ് LDF-ന് UDF-ന് ലഭിച്ചിരുന്നത്. പക്ഷേ UDF-ൻ്റെ ഭാഗത്തുണ്ടായിരുന്ന ഒരു അംഗത്തിന് സ്വതന്ത്രമായി മത്സരിപ്പിച്ചാണ് UDF-ന് വലിയ മേധാവിത്വമുണ്ടായിരുന്ന ഡിവിഷൻ പിടിച്ചെടുത്തുകൊണ്ട് കഴിഞ്ഞ തവണ LDF കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിൽ ഭരണം നേടാൻ അവർക്ക് സാധിച്ചത്. ഇത്തവണ ആ ഡിവിഷൻ ഉൾപ്പെടെ തിരിച്ചു പിടിച്ചുകൊണ്ട് അധികാരത്തിലെത്താൻ കഴിയും എന്ന് UDF-ന് ഒരു ആത്മവിശ്വാസമുണ്ട്. പക്ഷേ ആ ആത്മവിശ്വാസം UDF കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ അതിനകത്തുള്ള പ്രശ്നങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തങ്ങൾക്ക് അധികാരം നിലനിർത്താനാവും എന്നൊരു പ്രതീക്ഷ LDF-ഉം വെച്ചു പുലർത്തുന്നുണ്ട്. UDF-നകത്ത് തുടക്കത്തിൽ യാതൊരു തരത്തിലുള്ള വിമത ശല്യവും മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ കാസർഗോഡ് ജില്ലയിൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഏറ്റവും അവസാന ഘട്ടം വരുമ്പോഴേക്കും DCCയുടെ വൈസ് പ്രസിഡന്റ് രാജിവെക്കുന്നു. അതോടൊപ്പം തന്നെ 2 മണ്ഡലം പ്രസിഡന്റുമാർ രാജിവെക്കുന്നു. അങ്ങനെ UDF-നകത്ത് പ്രത്യേകിച്ചും കോൺഗ്രസിനകത്ത് വലിയ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ പ്രശ്നങ്ങൾ തങ്ങൾക്ക് ഗുണമാവും എന്ന് LDF കരുതുന്നു. അതോടൊപ്പം തന്നെ LDF-നകത്തും ഒരുപാട് വിമത ശല്യങ്ങളുണ്ട്. LDF-ന് മാത്രം വലിയ സ്വാധീനമുണ്ടായിരുന്ന ദേലമ്പാടി പഞ്ചായത്തിൽ അടക്കമുള്ള സ്ഥലങ്ങളിൽ LDF-നകത്ത് വിമത ശല്യമുണ്ട്. ഇങ്ങനെ പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അതിൻ്റെ പ്രാദേശികമായ ഒരുപാട് വിഷയങ്ങളിൽ രാഷ്ട്രീയത്തിനപ്പുറം കുടുംബപരവും വ്യക്തിപരവുമായ കുറേ കാര്യങ്ങൾ പാർട്ടിയുടെ അകത്ത് ഉണ്ടാവുകയും അത് വിമത ശല്യമായി മാറുകയും വിമതന്മാർ മത്സരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ 13 വീതം പഞ്ചായത്തുകൾ ഇപ്പോൾ LDF-നും UDF-നും ലഭിക്കും എന്നവർ കരുതുന്നുണ്ട്. ശേഷിക്കുന്ന 11 പഞ്ചായത്തുകളുടെ സ്ഥിതി എന്താവും എന്നത് സംബന്ധിച്ച് നേരത്തെ ഉണ്ടായിരുന്ന 19 പഞ്ചായത്തിലെ പിന്തുണയാണ് LDF-ന് ലഭിച്ചിരുന്നത്. 19 പഞ്ചായത്ത് LDF ഭരിക്കുന്നുണ്ട്. അതിൽ 19 നിലനിർത്താനാവുമോ എന്ന് LDF കരുതുന്നു. ആ ഭാഗങ്ങളിൽ BJP ഒറ്റകക്ഷി എന്ന അർത്ഥത്തിൽ വിജയിച്ചിരുന്ന എന്നാൽ നെറുക്കെടുപ്പിൽ BJP-ക്ക് അധികാരം നഷ്ടപ്പെട്ട പഞ്ചായത്തുകളുണ്ട്. അവിടെ BJP നിലനിർത്താൻ ആ ഭാഗങ്ങളിൽ കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ളൊരു ശ്രമമാണ് BJP-യുടെ ഭാഗത്തും നടത്തുന്നത്.